നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെ അനുകരിക്കുകയല്ല വേണ്ടത്. ഗോപിക ഋഷിയേട്ടന് ഉച്ചഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു കരുതി നീ അത് കോപ്പി അടിക്കരുത്. എന്തായി, മുഴുവൻ കഴിച്ചോ? നീ തുറന്നു നോക്ക്. അല്ല, ഇത് മുഴുവൻ കഴിച്ചതാണോ അതോ എവിടെയെങ്കിലും കളഞ്ഞതാണോ? മുഴുവൻ ഏട്ടൻ കഴിച്ചത് തന്നെയാ. ഞാനാണ് സാക്ഷി. ആ, അതുകൊണ്ട് എനിക്ക് വിശ്വാസായി. ഓ, അപ്പൊ എന്നെ വിശ്വാസമില്ല? എന്താ ഋഷി, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? ചിരിക്കാതെ കാര്യം പറ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? അയ്യോ, അല്ല എന്റെ പൊന്നെ. ഏതായാലും ദേവിയേച്ചിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. മുഴുവൻ ഫുഡും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നീ പോയി ഫ്രഷ് ആവും. വാ. ഞാൻ വിചാരിച്ച എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഫുഡ് കളഞ്ഞിട്ട് വരുമായിരിക്കും. വാ, നമുക്കും പോവാം. എന്താ അഞ്ജു, നിനക്ക് എന്താ പറ്റിയേ? ഓ, ഒന്നും അറിയാത്തൊരു പാവം. നീ കാര്യം പറ. കാര്യം പറ അഞ്ജു. കണ്ടില്ലേ ഓരോരുത്തരും എത്ര സ്നേഹത്തോടെ അവരുടെ ഭാര്യമാരെ നോക്കുന്നേന്ന്. ഇവിടെ ഒരാള്, ഞാനൊന്നും പറയുന്നില്ല, കണ്ടു പഠിക്ക്. അല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നാണോ നീ പറയുന്നത്? അതൊക്കെ സ്വയം ചിന്തിച്ചാ മതി. ഗോപികയെ പോലെ തന്നെ ഞാനും രാവിലെ ആഹാരം പാക്ക് ചെയ്ത് അഭയേട്ടനെ തരാൻ വന്നതല്ലേ. എന്നിട്ട് എന്തായി? എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അഭയേട്ടൻ ഋഷിയേട്ടനോടൊപ്പം കാറിൽ കയറി പോയില്ലേ? ഞാൻ പിന്നാലെ ഓടുമായിരുന്നു. എന്നിട്ടും അഭയേട്ടൻ ഗവനിച്ചില്ല. നിന്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങാനും നിന്നില്ല. എന്തുകൊണ്ടാ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അഭയേട്ടൻ കൊണ്ടുപോകാത്തെ? എന്തുകൊണ്ടാ അത് നിഷേധിച്ചത്? നീ എന്താ അതിന്റെ പേരിൽ എന്നോട് ഉടക്കാൻ നിൽക്കുവാണോ? എന്നാ അത് വേണ്ട. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെ അനുകരിക്കുകയല്ല വേണ്ടത്. ഗോപിക ഋഷിയേട്ടന് ഉച്ചഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു കരുതി നീ അത് കോപ്പി അടിക്കരുത്. അപ്പോഴാ ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടുന്നത്. കുട്ടാ, ഈ മരുന്ന് തരട്ടെ? എനിക്കിത് വേണ്ട. അയ്യോ കുട്ടാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മരുന്ന് കഴിച്ചാലല്ലേ അസുഖം മാറുള്ളൂ. എനിക്ക് വേണ്ട. ഇത് കഴിക്കുന്നേ. ഇതാ പഴയ മരുന്നൊന്നും അല്ല. ഇതിന് കയ്പൊന്നുമില്ല. കുട്ട നല്ല കുട്ടിയായിട്ട് ഈ മരുന്ന് കഴിച്ചേ. വേണ്ട, എനിക്ക് വേണ്ട. കുട്ട മരുന്ന് കഴിച്ചില്ലെങ്കിലേ മാലാകയ്ക്ക് വിഷമാവും. മാലാക വിഷമിക്കുന്ന കുട്ടന് ഇഷ്ടാണോ? എന്റെ മാലാക ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. സങ്കടപ്പെട്ട കൂട്ടുന്നത് സൈക്കിളാട്ടോ. ആ, എങ്കിൽ മാലാക പറയുന്ന അനുസരിച്ച് കുട്ടൻ ഈ മരുന്ന് കഴിക്കണം. എന്താ കുട്ട മരുന്ന് കഴിക്കോ? കഴിക്കാം. കഴിച്ച്. പക്ഷെ ഞാൻ ഈ മരുന്ന് കഴിക്കണെങ്കിലേ മാലാക ഈ മരുന്ന് കഴിക്കണം. ഞാൻ മരുന്ന് കഴിക്കണമെന്നോ? ആ, മാലാകയ്ക്ക് ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ മരുന്ന് തന്നില്ലേ, ആ മരുന്ന് മാലാകയും കഴിക്കണം. ആ മരുന്ന് മാലാകയും കഴിച്ചാ ഈ മരുന്ന് ഞാനും കഴിക്കാം. മാലാക മരുന്ന് കഴിക്ക്. ശരി ശരി, ഞാൻ കഴിക്കാം. ഇതാ ടാബ്ലറ്റ്. ഞാനും കഴിക്കാണേ. അത് തന്നെ. എന്തിനാ കുട്ടാ? താ മാലാകെ. ഇനി വാ തുറന്നേ. തുറക്ക്.
ഇനി വെള്ളം കുടിച്ചേ. കഴിച്ചാ? തുറന്ന് എന്നെ പറ്റിക്കണ്ട. ആ ഇനി കുട്ടൻ മരുന്ന് കഴിച്ചേ. ആ? ഇനി എന്നും നല്ല കുട്ടിയായിട്ട് ഞാൻ തരുന്ന മരുന്നുകൾ കഴിച്ചോണം. കേട്ടല്ലോ? കഴിക്കാം. എത്ര കാര്യമായിട്ടാ ദേവിക സിദ്ധുവിനെ കെയർ ചെയ്യുന്നത്. അമ്മ അന്ന് പറഞ്ഞതുപോലെ ശരിക്കും ദൈവമായിട്ട് സിദ്ധുവിന് വേണ്ടി കണ്ടുവച്ചിരുന്ന പെൺകുട്ടി തന്നെയാണ് ദേവിക എന്നത് എനിക്കിപ്പോ കൃത്യമായിട്ട് ബോധ്യമായി. അത് ശരിയാ മഹേട്ടാ. ക്ഷേത്രത്തിൽ വെച്ച് സിദ്ധു കാല് തന്നെ വീഴാൻ തുടങ്ങിയപ്പോ അവന്റെ തല പൊട്ടിപ്പോകുന്ന ഞാൻ കരുതി. പക്ഷെ ആ സമയത്ത് ദേവിക അവളുടെ സേഫ്റ്റി പോലും മറന്ന് അവനെ പെട്ടെന്ന് രക്ഷിക്കുകയായിരുന്നു. ദേവികയെ സിദ്ധുവിന് വേണ്ടി നൽകിയതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക ജാനകി. നന്ദി പറയാൻ വാക്കുകളില്ല മഹേട്ട. എനിക്ക് ഒരാഗ്രഹമുണ്ട് മഹേട്ട. എന്താണത്? ദേവികയ്ക്ക് അവള് തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം കൊടുക്കണം. ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയായിരിക്കും. ആയിക്കോട്ടെ, ആ സന്തോഷമുള്ള കാര്യമല്ലേ. അല്ല, ദേവിക്ക് എന്ത് സമ്മാനമാണ് നൽകുക? അത് സർപ്രൈസാ. എന്തായാലും നാളെ ഞാനത് ദേവിയയ്ക്ക് കൊടുക്കും. ആ സമ്മാനം എന്താണെന്ന് താൻ എന്നോട് പറയണോ? മഹിയേട്ടനോടും ഞാനതിപ്പോ പറയില്ല. അത്രയ്ക്ക് വലിയ സമ്മാനമാണോ? അതെ, അതൊരു വലിയ സർപ്രൈസ് തന്നെയാ. നാളെന്തായാലും നേരം വെളുക്കട്ടെ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ആ സമ്മാനം ദേവിയയ്ക്ക് കൊടുക്കും. അമ്മേ, സിദ്ധു, അമ്മേ, ഋഷി, അബി, എല്ലാരും ഒന്ന് വന്നേ. സിദ്ധു, ഋഷി, അബി ഒന്ന് വന്നേ. അബി, ആ എന്താ മാഡം? ഹരിയുമായ അവിടെ? എന്താ അമ്മേ, എന്തിനാ എല്ലാരും വിളിപ്പിച്ചേ? ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവാ. എന്താ? നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വേണം അത് നടക്കാൻ. എന്ത് ചടങ്ങ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.